വെൽക്കം ബാക്ക് ടു തത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ കരിയർ? നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കരിയർ എനർജി എന്താണ്, മുൻപോട്ട് എന്താണ് നിങ്ങൾ എടുക്കേണ്ട സ്റ്റെപ്സ്, നിങ്ങളുടെ കരിയറിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊരു ഓവറോൾ കരിയർ റീഡിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻറ്റിൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിലേത് കാർഡിനോടാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്, അട്രാക്ഷൻ തോന്നുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. കാർഡ് നമ്പർ 1, ബിഗ് സ്പിരിറ്റ്, യൂസ് യുവർ മൈൻഡ് വൈസ്ലി. ആൻഡ് കാർഡ് നമ്പർ 2, ഇലക്ട്രിക് ഈൽ സ്പിരിറ്റ്, ബ്രിങ് യുവർ ഐഡിയാസ് ടു ലൈഫ്. ആൻഡ് കാർഡ് നമ്പർ 3, സ്റ്റാഗ് സ്പിരിറ്റ്, ടേക്ക് ദ ലീഡ്. അങ്ങനെ 3 കാർഡ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. ഓക്കെ, മൾട്ടിപ്പിൾ വ്യക്തികളെ മനസ്സിൽ വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡ്സ് എടുക്കാവുന്നതും ആണ്. അപ്പോൾ നമുക്ക് പിഗ് സ്പിരിറ്റ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് നമ്പർ 1. ഹായ് ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങൾക്കുള്ള കരിയർ റീഡിംഗ് ആണ്. സോ ലെറ്റ്സ് സി. ഇത് നിങ്ങളുടെ മാസ്റ്റർ കാർഡ്. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ കാർഡ്സ് നമ്മളിവിടെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് യുവർ അഫർമേഷൻ ഫോർ യുവർ കരിയർ. നമുക്ക് ലാസ്റ്റ് നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ ഗൈഡൻസ് ഫോർ യുവർ കരിയർ. അഫർമേഷൻ ആൻഡ് ഗൈഡൻസ് നമുക്ക് മാറ്റി വയ്ക്കാം, നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ആൻഡ് ദീസ് ആർ യുവർ കാർഡ്സ്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, വി ഹാവ് ലിയോ എനർജി, leadership, winter energy, fox spirit, we have queen of wands. So let's keep it here. Clarification, 2 of pentacles, 4 of swords, clarification, 6 of swords. The hermit card and the clarification is 8 of cups. Then you have this energy of friendship. Okay, 4th house energy, moon in Cancer. Okay, strong emotional energy. And here is your affirmation and this is your guidance. Okay, first of all നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാൻ കെൽപ്പുള്ള വ്യക്തികളാണ്. ടീം സ്പിരിറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്സിനെക്കാട്ടിലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളൊരു എൻ്റർപ്രന്യൂർ ആയിരിക്കാം, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസിങ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, പെർഫോമർ പോലും ആയിരിക്കാം. ആ ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ എനർജി മറ്റുള്ളവരുമായിട്ട് കലരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ എംപ്രേസ് ചെയ്യുക. യു ആർ ആക്ച്വലി ബോൺ ടു ബി എ ഗുഡ് ലീഡർ. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു അതോറിറ്റി, ഒരു പവർ ഉണ്ട്, ആ എനർജി റഷ് ഉണ്ട്, അത് മനസ്സിലാക്കുക. ലയൺ ഇസ് എ കിങ് അല്ലേ, ആ ഒരു കിങ് എനർജി ഉണ്ട്. അതായത് നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും അവിടുത്തെ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിൽ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് ഇരിക്കാൻ എനർജി ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ ഏത് ജോലി ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, ഇറ്റ്സ് ദാറ്റ് പവർ എനർജി. ആ പവർ പാക്ഡ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ഫ്ലോസ് കണ്ടുപിടിക്കാനൊരു അപാര കഴിവും നിങ്ങൾക്കുണ്ട്. ആൻഡ് ഈ വിൻ്റർ എനർജി പറയുന്നത് വി ഗോട്ട് ദ ഫോക്സ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചധികം മടി തോന്നുന്നുണ്ടാവാം, നിങ്ങൾക്കൊരു മടുപ്പ് തോന്നുന്നുണ്ടാവാം. അതായത് യു ഡോണ്ട് ഫീൽ സപ്പോർട്ടഡ്, യു ഡോണ്ട് ഫീൽ അലൈവ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു
ടാർഗറ്റൊക്കെ ഏകദേശം അച്ചീവ് ചെയ്തപ്പോൾ ഭയങ്കര നോർമലായിട്ട് പോവുകയാണല്ലോ, അപ്പോൾ ഇനി എന്താണ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, റിമെമ്പർ ഫോക്സ് എനർജി എന്ന് പറയുന്നത് ഈ വിൻ്റർ സമയത്ത് സാധാരണ മൃഗങ്ങളെല്ലാം ഒരു ഹൈബർനേഷൻ മോഡിൽ പോവും. അതായത് തണുപ്പ് കാലത്ത് വേണ്ട ആഹാരങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഒരു സ്ലീപ്പ് മോഡിലേക്കൊരു ഓഫ് മോഡിലേക്കൊരു ഇനാക്ഷൻ എന്നുള്ള മോഡിലേക്ക് പോകും. പക്ഷെ ഫോക്സ് അങ്ങനെയല്ല. ഏതാണ് സീസൺ എന്നുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എക്സ്റ്റേണൽ കണ്ടീഷൻ ഇസ് കമ്മിങ് ടു യു, നിങ്ങളുടെ കരിയറിൽ ഇപ്പോൾ എക്സ്റ്റേണലി സാഹചര്യം പലതുമാവാം, അത് ചാലഞ്ചിങ്ങും ഒക്കെ ആകാം, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിർത്താതെ തുടരുക എന്നുള്ള ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് 2 തിങ്സ്. ഒന്ന് അറിവ്, ഒന്ന് കോൺഫിഡൻസ്. അപ്പം എല്ലാ കാര്യത്തിനെക്കുറിച്ചും കുറച്ച് റിസർച്ച് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. ഇവിടെ ഹെർമിറ്റ് കാർഡും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, എന്നിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വതവേ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് പതറും. അതുകൊണ്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മേ ബി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ക്ലയൻറ്റ് മീറ്റിംഗ്സോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസോ വാട്ട് എവർ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്, അതിനൊരു റിസർച്ച് മോഡ് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇതുപോലെ പടികൾ ചവിട്ടി കയറാനായിട്ട് സാധിക്കുന്ന എനർജിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആർജിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അറിവാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ, അത് സ്പെസിഫിക്കലി ഒരു ഫീമെയിൽ എനർജി ഒക്കെ ആണെങ്കിൽ, ഇത് നിങ്ങളുടെ ഫിനാൻസിനെ സാരമായി ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെയും സാരമായി ബാധിക്കുന്നുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തി ആവശ്യമില്ലാതെയോ ആവശ്യമുണ്ടായിരിക്കാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായിരിക്കാം അഭിപ്രായങ്ങൾ നിങ്ങളോട് വന്ന് പറയും. അസേർട്ട് ചെയ്യാൻ തുടങ്ങും നിങ്ങളോട് അഭിപ്രായങ്ങൾ. ഇങ്ങനെ അസേർട്ട് ചെയ്യുന്നത് നിങ്ങളപ്പം അത് വേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു എനർജി കയറി കൂടുന്നുണ്ട്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ മാനിപ്പുലേഷൻ ഹാപ്പനിങ് ദെയർ. അത് നമുക്ക് ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ ചെറിയ തരത്തിൽ പറയാം. കാര്യം ബ്ലാക്ക് മാജിക് എനർജി എന്താണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ സ്വതവേ ഉള്ള ബുദ്ധി ഉപയോഗിച്ചു അല്ലെങ്കിൽ നമ്മുടെ സ്വതവേ എനർജിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് കാരണം, പുറമേ നിന്നുള്ള സ്വാധീനം കാരണം, അത് അവർ മനഃപൂർവ്വമോ ഇൻറ്റൻഷൻ വെച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇൻറ്റൻഷനേ ഉണ്ടാവില്ല, പക്ഷെ അറിയാതെയോ അത് നിങ്ങളിൽ യേശുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബ്ലാക്ക് മാജിക്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ ഉണ്ട്. സോ ട്രൈ ടു ടേക്ക് ഡിസിഷൻസ് അക്കോർഡിംഗ് ടു യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബുദ്ധി പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലും നിങ്ങൾക്കൊരു ബുദ്ധിപരമായ നീക്കം ആവശ്യമാണ്. ആൻഡ് ഇവിടെ ചിന്താപരമായിട്ട് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്, അതിൻ്റെ അകത്ത് ചലഞ്ചിങ് അല്ല. നിങ്ങളുടെ തോട്ട്സ് എന്ന് പറയുന്നത് ക്ലോഗ്ഡ് അല്ല, യു ആർ നോട്ട് സ്റ്റക്ക്. പക്ഷെ ഇപ്പം സ്മൂത്ത് ആണെങ്കിലും ഇനി മുന്നോട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ്സിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് ഇരിക്കുന്നൊരു എനർജി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഈ ഒരു സമയം ഒരു കറക്റ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുത്താലാണ് ഫ്യൂച്ചറിൽ അത് റിഫ്ലക്റ്റ് ആയി വരിക. അതായത് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുക, എന്ത് റിസൾട്ടാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടത്, ആ ആക്ഷൻ ഇവിടെ പ്രസൻറ്റിൽ എടുക്കുക, വിചാരിക്കുന്ന റിസൾട്ട് മാനിഫെസ്റ്റഡ് ആയി ഫ്യൂച്ചറിൽ വരും. ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങളുടെ ഈഗോ അണ്ടർ കൺട്രോളിൽ വെക്കാൻ, അതായത് അഹംഭാവത്തിലേക്ക് വഴി മാറാതെ പല കാര്യങ്ങളും നിങ്ങൾക്കൊന്ന് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ നിങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതും കൂടെ ഇവിടെ പറയാനുണ്ട്. അതായത് ഒരു നല്ല ലീഡർ ആവുക. ഒരു മോശം ലീഡർ അല്ലെങ്കിൽ ഒരു മോശം
ഹയർ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണെന്ന് നിങ്ങൾ മാതൃക ആവാതെയും കൂടെ ഇരിക്കുക. ആൻഡ് വി ഗോട്ട് ദ ഫ്രണ്ട്ഷിപ്പ് കാർഡ്. അപ്പം മൂൺ ഇൻ ക്യാൻസർ എന്ന് പറയുമ്പം ഈ ഒരു പ്ലേസ്മെൻ്റ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മൂൺ ഇൻ ക്യാൻസർ, അതായത് പുണർദം പൂയം ആയില്യം നക്ഷത്രം ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഇത് റെസനേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ മൂൺ ഇൻ ക്യാൻസർ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സൈക്കിക് എബിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ ഇമോഷൻസിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൽ നിങ്ങളുടെ ആ എംപത്തറ്റിക് ഇമോഷൻസിന് വാല്യൂ കൂടുതൽ കൊടുക്കുക. ഇപ്പോൾ ദേഷ്യം വന്നാലും നിങ്ങൾ കംഫർട്ടബിളാണ് എക്സ്പ്രസ് ചെയ്യാൻ, പക്ഷേ അത് കേട്ട് നിൽക്കുന്നവർ ബുദ്ധിമുട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ആ ഇമോഷൻസ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യും. അത് ഓവറായി, പക്ഷെ മനസ്സിലൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ അടുത്ത നിമിഷം നിങ്ങൾ അടുത്തൊരു ഹാപ്പി മൂഡിലേക്ക് വരുന്നു. ഇപ്പോൾ ദേഷ്യത്തിന് ശേഷം എന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ട സമയത്ത് പറയുന്ന വാചകങ്ങൾ കേട്ട് നിൽക്കുന്നവർ, അതായത് സ്പെഷ്യലി നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് മനസ്സിന് വല്ലാത്തൊരു ഹേർട്ട് ഉണ്ടാക്കുകയും നിങ്ങളോടൊരു വിരോധം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മൈൻഡ് റീഡിങ് എക്സ്പേർട്സ് ആണ് നിങ്ങൾ എന്നും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു മൈൻഡ് റീഡിങ് ക്വാളിറ്റിയെ നിങ്ങൾ ഇപ്പോൾ പുറത്തെടുക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ വന്നിട്ട് നിങ്ങളുടെ എനർജി ക്ലോഗ്ഡ് ആണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവേണ്ടത് ആവശ്യമാണ്. കാരണം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ അത്രയും കണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റിയും കൂടെ കീപ്പ് ചെയ്യാതെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോടും കീഴുദ്യോഗസ്ഥരോടും ഒക്കെ തന്നെ, കലീഗ്സിനോടും ഒക്കെ തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി, ബട്ട് വിത്തൗട്ട് അറ്റാച്ച്മെൻറ്റ്സ്. ഓക്കെ, വളരെ നല്ല ബിഹേവിയർ കൊടുക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മനോബലമുള്ളവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലിയോ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സൺ എനർജി ആൻഡ് മൂൺ എനർജി നല്ല ആത്മബലവും മനോബലവും ഉള്ളവരാണ്. അങ്ങനെ നിങ്ങൾ തളർന്നു പോകുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഇമോഷൻസിനെ ഫീൽ ചെയ്യാനും സാധിക്കുന്നവരാണ്, അതോറിറ്റി എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നവരാണ്, പവർ പാക്ഡ് എനർജി ഉള്ളവരാണ്. സ്പെസിഫിക്കലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ കൂടുതലും ഗവൺമെൻറ് ജോബ്സിൽ നിൽക്കുന്നവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. വാട്ടർ റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഷിപ്പ് റിലേറ്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരെ കാണിക്കുന്നുണ്ട്. ബീച്ച് റിലേറ്റഡ് ആയിട്ട്, കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഒക്കെ നിൽക്കുന്ന എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈവൻ ഈ വിൻറ്റർ സ്പിരിറ്റ് ഓൾസോ നമ്മളോട് പറയുന്നത് ക്ലോത്തിങ് ബിസിനസ്സുമായിട്ടുമൊക്കെ നിൽക്കുന്നവർക്കുമൊക്കെ ഒരു എനർജി ഇവിടെ കാണാൻ, ഒത്തിരി ആൾക്കാരുടെ എനർജി ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് മൾട്ടിപ്പിൾ കരിയർ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാലും ജനറലി പൊതുവേ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതോറിറ്റിയും പവറുമാണ്, ഒരു ഓൺട്രപ്രന്യൂർഷിപ്പാണ്, ഓൺ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് പോലെയുള്ള ഒരു അതോറിറ്റേറ്റീവ് പൊസിഷൻ, അത്രയും വലിയൊരു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു പിഗ് എനർജി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. യൂസ് യുവർ മൈൻഡ് വൈസ്ലി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റീസ് ഉള്ളവരാണ് എന്ന് പറഞ്ഞു. അതിനെ നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസിഷൻ എടുക്കാതെ മാറ്റി അത് ശരിയാണോ മനസ്സിലിട്ട് കൂട്ടിയും കിഴിച്ചും ഒരു ഡിസിഷൻ എടുക്കാതെ സമയം വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അനലിറ്റിക്കൽ പാരാലിസിസ് നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ലോജിക്കൽ റീസണിങ് ഇവിടെ എവിടെയോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം ഗെറ്റ് ബാക്ക് ടു യുവർ ലോജിക്കൽ റീസണിങ്. ഇപ്പം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് ഇമോഷൻസിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇമോഷൻസിനെ ബേസ് ചെയ്താണോ എടുക്കുന്നത്, അപ്പോൾ അത് ശരിയല്ല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. അനലിറ്റിക്കൽ പ്രോസസ്സിങ് എല്ലാ കാര്യത്തിലും ഒന്ന് നടത്തി നോക്കുക. സേവിങ്സ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമായിട്ടും കൂടെ കാണിക്കുന്നുണ്ട് ഇന്ന് ഫിനാൻഷ്യൽ വൈസ്. ഓക്കെ, നമുക്കത് ഫിനാൻഷ്യൽ റീഡിംഗ് അല്ല, ബട്ട് സ്റ്റിൽ. ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? സ്പിരിച്വൽ പ്രാക്ടീസ്. യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിപ്പിക്കാനുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ജപം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആൻഡ് ദിസ് ഇസ് ദ അഫർമേഷൻ ഫോർ യു. പെയിൻ ഇസ് പാർട്ട് ഓഫ് ഗ്രോയിങ്.
ഇത് മനസ്സിലാക്കി ഉൾക്കൊള്ളാം. ഇത് നിങ്ങൾക്ക് എന്നും നിങ്ങളോട് സ്വയം പറയാം. കാര്യം ഇമോഷണലി ഓവർ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് അത്രയും ഡീപ്പറായിട്ട് ഇമോഷൻസിനെ ഫീൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷനും ക്ലാരിറ്റി കുറവും പെയിനും ഒക്കെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിക്ക് തരുന്നതിലും കൂടുതൽ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക, ദിസ് പെയിൻ ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ഗ്രോയിങ്. നമ്മൾ ഇവോൾവ് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് കരിയർ റീഡിംഗ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ, കരിയർ ഗൈഡൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് മെസ്സേജ് ഒക്കെ ആവശ്യമാണെങ്കിൽ, പേഴ്സണലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരറ്റ് റീഡിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ഇലക്ട്രിക് ഈൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ഇലക്ട്രിക് ഈൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ലെറ്റ്സ് സീ വാട്ട് ആർ യുവർ കാർഡ്സ്. നമുക്ക് നോക്കാം. യെസ്, ദിസ് ഇസ് യുവർ സ്പ്രെഡ്. ഇത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് ദിസ് ഇസ് യുവർ അഫർമേഷൻ. നമുക്കിത് ലാസ്റ്റിൽ എടുക്കാം. ഇതിവിടെ നമുക്ക് വയ്ക്കാം. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കരിയർ റീഡിംഗ് ഈ ഒരു ടോപ്പിക്ക് ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ സൈക്കോളജിക്കൽ കൺസൾട്ടിങ് അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഗൈഡൻസ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, അതുപോലെ കരിയർ ഗൈഡൻസസ്, ഇതിനെല്ലാം നിങ്ങൾക്ക് കരിയർ കൗൺസിലിംഗ്, ഇതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, ആൻഡ് വി ഗോട്ട് ദ മൂൺ കാർഡ്. ഓക്കെ, ആൻഡ് വി ഹാവ് ദ ആനിമൽ സ്പിരിറ്റ്, ദ ഡെവിൾ, clarification, King of Swords ആണ്. And we have Page of Cups, clarification, 7 of Wands, and then we have Page of Pentacles, clarification is 2 of Wands. Okay, and we have appreciation, moon in the 5th house ആണ് വന്നിരിക്കുന്നത്. And this is your affirmation and this is your guidance. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. എനിക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് കരിയറിൽ. ഇതിൽ മെജോറിറ്റി ആൾക്കാർക്കും ഒരു ജോബ് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്നവരായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ജോബ് ഞാൻ സെർച്ച് ചെയ്യണം? ഞാൻ പഠിച്ചത് ഇന്നതാണ്, അതിൽ നോക്കണം. പക്ഷെ അതെനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വേറെ എന്ത് നോക്കണം? അതിൽ നോക്കിയാൽ എനിക്ക് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണ് പകുതി പേര്. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓഫേഴ്സ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാർ. നിങ്ങൾക്കിവിടെ പെട്ടെന്ന് തന്നെ ഒരു ന്യൂ ജോബ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓഫർ ഈസ് ഓൺ ദ വേ, ഡോണ്ട് വറി. പക്ഷേ ഇവിടെ പ്രശ്നം യൂണിവേഴ്സിനല്ല. അതായത് യൂണിവേഴ്സ് തരാനുള്ള ഓഫേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ നിങ്ങൾ തട്ടിക്കളയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിന് ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ അകത്തെ ഒരു വിഷയം വരുന്നത്. അതായത് ഇവിടെ തോട്ട്സ് കണ്ടോ, നിങ്ങളുടെ ചിന്തകളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. കൺഫ്യൂഷൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവലിലാണ്. എന്നിട്ട് നിങ്ങൾ പോയി ചൂസ് ചെയ്യുന്നത് അവസാനം എന്താണ്? ദ റോങ് ഓപ്ഷൻ.
എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യും, എന്നിട്ട് ഇഷ്ടപ്പെടാതെ നിങ്ങൾ നിർത്തിപ്പോരും. വീണ്ടും നിങ്ങൾ റോങ് ഓപ്ഷൻ എടുക്കും. ആ റൈറ്റ് ഓപ്ഷനെ എപ്പോഴും നിങ്ങൾ വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നത് മുഴുവൻ എൻ്റെ കരിയർ ശരിയാവുന്നില്ല. അപ്പോൾ ഇവിടെ കരിയറിനല്ല ഇവിടെ വിഷയമുള്ളത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനാണ്. ഈ നല്ല ഓഫേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം നിങ്ങൾ ഒരു തടയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു നോ എൻട്രി ബോർഡ് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. A lot of opportunities are actually ready to come your way. നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാനേ പറ്റുന്നില്ല, ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് കരിയറിൽ ഗ്രോത്ത് ഇല്ല, ഞാൻ സ്റ്റക്കാണ്. ഇതാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ അനിമൽ സ്പിരിറ്റാണ് വന്നിരിക്കുന്നത്. അനിമൽ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ആനിമലിൻ്റെ എനർജി അവിടെ ശക്തമായിട്ടുണ്ട്. അത് പേഴ്സണലി നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമാണ്. അത് നമുക്ക് ജനറൽ റീഡിങ്സിൽ പറയാൻ പറ്റില്ല. പലർക്കും പല സ്പിരിറ്റ് ആനിമൽ ആയിരിക്കും. പക്ഷേ ഈ ഒരു ജനറൽ എനർജിയിൽ എന്താണ്, ഈ ആനിമൽ എനർജി എന്താണ്, അവർ സെക്കൻഡ് ഗസ് ചെയ്യാറില്ല അവരുടെ തോട്ട്സിനെ. അവർക്ക് ആദ്യം വരുന്ന സാധനം അത് അവരുടെ ഇൻറ്റ്യൂഷനാണ്. അത് നിങ്ങൾക്കുമുണ്ട്. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ഗസ് ചെയ്ത് ആ ഇൻറ്റ്യൂഷനെ പിന്നെ മൈൻഡ് പ്ലേ ആക്കി കൂട്ടിയും കിഴിച്ചും അത് റോങ് ഓപ്ഷനിലേക്ക് മാറ്റും. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി നിങ്ങളൊരു കാർമിക് സിറ്റുവേഷനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാർമിക് സിറ്റുവേഷൻ ഏകദേശം ഇവിടെ എൻഡായി വന്നു. പക്ഷെ നിങ്ങളിപ്പോഴും ശീലം അതിൻ്റെ അകത്ത് പെട്ടു. അതായത് കാർമിക് സിറ്റുവേഷൻ നല്ലോണം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഉണ്ടായി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ഡിഫെൻഡ് ചെയ്ത് നമ്മളൊരു ഡിഫെൻഡറായി മാറും. ലൈഫിൽ നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറും. ചലഞ്ച് അവിടുന്ന് യൂണിവേഴ്സായിട്ട് മാറ്റിക്കഴിഞ്ഞാലും ഈ ശീലമാണ് നിങ്ങൾ വീണ്ടും ഡിഫെൻഡറായി. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാത്തിനും ബൗണ്ടറി വെച്ച് കാണാൻ ശ്രമിക്കുക. ആ ഓപ്പൺ മൈൻഡ്നെസ് എന്നുള്ളത് നിങ്ങളിന്ന് വിട്ടുപോയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ഈ കണ്ടക ശനിയും 7.5 ശനിയും ഒക്കെ വരുന്ന വ്യക്തികൾ, സ്പെസിഫിക്കലി അത് 7.5 ശനിയിലാണ്. കാര്യം 7.5-8 വർഷമുണ്ട് ഇത്. അപ്പോൾ ഈ സമയത്തെ ചലഞ്ച് കാരണം അതിലൊരു മിനിമം 5 വർഷം വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സമയത്ത് ഉണ്ടായി വരുന്ന ശീലങ്ങൾ ഇത് കഴിഞ്ഞ് 7.5 ശനി കഴിഞ്ഞാൽ കിട്ടേണ്ട റിസൾട്ട് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് ഈ ശീലം മാറ്റി പുതിയൊരു നിങ്ങളെ വാർത്തെടുക്കാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ പറ്റാതെ വരുന്നതാണ് ശനി കഴിഞ്ഞിട്ടും റിസൾട്ട് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു മേജർ കാര്യം. കണ്ടക ശനി ആണെങ്കിലും 2.5 വർഷം, അതുപോലെ കണ്ടക ശനിയും അഷ്ടമ ശനിയും കൂടെ ഒന്നിച്ച് വരുന്നതും 5 വർഷം. അതായത് 7 ശനി 8 ശനി നിൽക്കുമ്പോൾ 5 വർഷം. ഇവിടെയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും കരിയറിലും ഒക്കെ എടുക്കുന്ന ഒരു ബേസിക് ഡിഫെൻഡിങ് ഉണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്യാൻ അല്ലെങ്കിൽ വിട്ടു നിൽക്കാൻ, ചിലവർ മാരകമായി വഴക്കുണ്ടാക്കാൻ, അങ്ങനെ ഒരു വൃത്തികെട്ട ഒരു എനർജിയിലേക്ക് പോകും. ഡെവിൾ എനർജി എന്ന് പറയാം. പക്ഷെ നമ്മൾ അതിനെ മനസാന്നിധ്യത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന രീതി നോക്കിയിട്ട്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ടാണ് പിന്നീട് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ചേഞ്ച് നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ മൂൺ വരുമ്പോൾ ഇമോഷണലി നിങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ്. യു ഹാവ് ടു ചേഞ്ച് ദാറ്റ് എനർജി. ഓക്കെ, ഇവിടെ 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വിഷയം, വേറെ ഒന്നും അല്ല നിങ്ങളുടെ പ്രോബ്ലം. അപ്പോൾ ഇൻസ്റ്റിങ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഗട്ട് ഫീല് വരുമല്ലോ, ദാറ്റ് ഈസ് യുവർ ഇൻറ്റ്യൂഷൻ ടെലിങ് യു. പക്ഷെ ഏത് കാര്യത്തിനും എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തോന്നിവാസം ചെയ്യരുത്. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ റോങ് ഡിസിഷനിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. അപ്പോൾ അതിന് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇവിടെ കൂടുതലും ഉള്ളത് നമുക്ക് 2 ഓഫ് വാൻഡ്സും ഉണ്ട്. അപ്രിസിയേഷൻ, മൂൺ ഇൻ ദ 5th ഹൗസ്. ഇവിടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഒരുപാട് നിറഞ്ഞു തുളുമ്പുന്ന വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ 2. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് ജോബ് നോക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ, അവിടെയാണ് ഈ വിഷയം മുഴുവൻ വരുന്നതെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ച് നോക്കുക. എന്തുകൊണ്ട് എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാ? ഇപ്പം നമ്മൾ ഏത് ജോലി ചെയ്യുന്നതിനും അതിൻ്റെതായ ഡിഗ്നിറ്റിയുമുണ്ട്. ഇനി ഡിഗ്നിറ്റി എല്ലാവരും ഇപ്പം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജോലിക്കും ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ വൈറ്റ് കോളർ ജോബ് അല്ലാതെ എന്ത് ചെയ്താലും ഡിഗ്നിറ്റി, ഇന്ന് അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു കലയാണ് അല്ലെങ്കിൽ ഒരു കഴിവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ കഴിവിനെ എങ്ങനെ ഒരു ഇൻകം ആക്കി മാറ്റാം എന്നുള്ളത് ഇന്നും പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിൽ പെടുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടേതായ വഴി നിങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തണം. ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് ആവശ്യമാണ്. കാര്യം എക്സ്ട്രാ ഓർഡിനറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ എടുത്ത് പറയണം, നമ്മുടെ റീഡിങ്ങിൻ്റെ ഭാഗമല്ല, ബട്ട് സ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വൈസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന സമയമാണ്. ഒരു പ്രണയമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ എനർജീസ് ടൂ ഹൈ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെയും ഈ കൺഫ്യൂഷൻ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്രേക്കപ്പും ഉണ്ടാകും, അതുപോലെ ഓപ്പർച്യൂണിറ്റി മിസ്സാവുകയും ചെയ്യും എന്നുള്ളത് ഒരു വലിയ എനർജിയാണ്. മാസ്റ്റർ കാർഡ് ഇലക്ട്രിക് ഈൽ സ്പിരിറ്റ് ആണ്. ബ്രിങ് യുവർ ഐഡിയാസ് ടു ലൈഫ്. യെസ്, നിങ്ങളുടെ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റികൾ, അതിൽ നിങ്ങളൊരു പരീക്ഷണം നടത്തേണ്ടതായിട്ടുള്ള ഒരു സമയം. യു ആർ മെൻ ടു എക്സ്പ്ലോർ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് സൈഡിൽ കലാപരമായ ഐഡിയപരമായിട്ട് അതെന്തുമാകാം. ഇവിടെ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരം കൊണ്ടുള്ള കാര്യങ്ങൾ അത് ഒരുപാട് വരും. അതിൻ്റെ അകത്ത് ഈവൻ സിംഗിങ് വരും, മാർക്കറ്റിംഗ്, സെയിൽസ്, പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ തന്നെ ബുക്ക് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ബേസിക്കലി എഴുതുക, കവിത എഴുതുക അല്ലെങ്കിൽ ബുക്ക് എഴുതുക, ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയ, ഇതെല്ലാം നമുക്കിവിടെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ചലഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ കടന്നു പോകുന്ന റെവലേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം വെച്ച് തന്നിരിക്കുന്നത് യൂണിവേഴ്സ് എന്തിനാണ്? ദീ ഷുഡ് ബി യുവർ ഇൻസ്പിറേഷൻസ് ടു ക്രിയേറ്റ് യുവർ ഐഡിയാസ്, ടു ക്രിയേറ്റ് യുവർ വർക്ക്. ഇതൊക്കെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കണം നിങ്ങളുടെ വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ. വാവ്, ആർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു എനർജി വളരെ കൂടുതലായിട്ടുണ്ട്. ലൈക്ക് സി ദിസ് വി ഗോട്ട് വീണയാണ്, സരസ്വതി ദേവിയുടെ ഒരു എനർജി, തമ്പുരു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓതൻറ്റിക് കലകളൊക്കെ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കായികപരമായിട്ടുള്ള ഫീൽഡുകളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാക്ടീസ്, പ്രയത്നം, സമയം 1 മിനിറ്റ് പോലും കളയാനില്ലാതെ എടുക്കേണ്ടവരാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കുറേ മടി, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാനൊക്കെയാണ് നിങ്ങൾക്കിഷ്ടം. ഈ ചിന്തിച്ച് സമയം അങ്ങ് കടന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾ പോലും അറിയുന്നില്ല. അപ്പോൾ അത് ഐഡിയാസിനെയൊക്കെ ഒന്ന് ഇപ്പോൾ ഷേപ്പിൽ കൊണ്ടുവരിക. അഫർമേഷൻ ഫോർ യു, മൈ ഡ്രീംസ് ആൻഡ് ഗോൾസ് ബിക്കം മൈ റിയാലിറ്റി. വാവ്, ഇതിൽ കൂടുതൽ എന്താണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളോട് പറയാനുള്ളത്? നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുക. എന്ത് കാര്യവും നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ഐഡിയ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. പക്ഷെ അത് പറ്റില്ലെന്ന് തോന്നുന്നത് ഇതിനു മുൻപ് നിങ്ങൾക്ക് അതേ പാതയിൽ ഒരാൾ വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് മാതൃക മുന്നിൽ കാണാൻ ചുറ്റുമില്ലാത്തത് കൊണ്ടാണ്. അന്വേഷിച്ചു പോവുക. ചുറ്റുമില്ലെങ്കിൽ, നിങ്ങളുടെ കൺമുൻപിൽ ഇല്ലെങ്കിൽ അന്വേഷിച്ചു പോവുക. ഇന്ന ഒരു കാര്യം എനിക്ക് ചെയ്യണം, അതിൽ വിജയിച്ച ആൾക്കാർ അവരെങ്ങനെ വിജയിച്ചു, അവരുടെ വഴികൾ എങ്ങനെയാണ്. ഓക്കെ, ആൻഡ് ദെൻ യു ഹാവ് ഡിവൈൻ സപ്പോർട്ട്. യെസ്, ഇപ്പോൾ ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ദിസ് വയലറ്റ് കളർ ക്രൗൺ ചക്ര എനർജിയാണ്. ആൻഡ് യുവർ തോട്ട്സ് ആർ ആക്ച്വലി ഓൺ എ ഹയർ ലെവൽ. നിങ്ങളുടെ തോട്ട്സ് ഒറിജിനൽ ഒതൻറ്റിക് തോട്ട്സിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു ലെവലാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഡെവൽ എനർജി കംപ്ലീറ്റ്ലി ഷട്ട് ചെയ്യുക. ഓക്കെ, അതിന് കർമ്മ ക്ലിയറൻസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് ഒതൻറ്റിക് എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ട പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ ബെലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ പലരും പറയാറുണ്ട്, കണ്ടില്ല, പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അറിഞ്ഞില്ല, പോപ്പപ്പ് ചെയ്ത് വന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ളൊരു റീഡിങ്. ഇനി ഗ്രൂപ്പ് നമ്പർ 3 സ്റ്റാഗ് സ്പിരിറ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള കരിയർ റീഡിംഗ് ആണ്. ദിസ് ഇസ് യുവർ മാസ്റ്റർ കാർഡ്. നമുക്ക് നോക്കാം. ആൻഡ് ദിസ് ഇസ് യുവർ സ്പ്രെഡ്.
അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് റീഡിങ് പോലെ നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാവുന്നതാണ്. ഇനി ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണ്, സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ്, റിലേഷൻഷിപ്പ് കൺസൾട്ടിങ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സ്പ്രെഡ്. നമുക്ക് നോക്കാം. 7th ഹൗസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ സ്പിരിറ്റ് ഫോക്സ്. ഓക്കെ ഓക്കെ 3 of Pentacles and clarification. 9 of Pentacles. Okay. King of Pentacles. 10 of Pentacles. Wow. And Knight of Cups. Clarification. Strength card. Okay. And then we have enthusiasm. Sun in the 9th house. Okay, this is your affirmation and this is your guidance. Okay, group number 3. ഇവിടെ നിങ്ങളുടെ ഒരു മേജർ തീം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പാണ്, ടീം വർക്ക്സ് ആണ്. ഓക്കെ, ചേർന്ന് പ്രവർത്തിക്കുക. അതിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ 9 of Pentacles, 10 of Pentacles ആൻഡ് King of Pentacles. അതായത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലൈഫിലിപ്പം വലിയൊരു ബൂം ഉണ്ടാകാൻ പോകുന്നൊരു സമയമാണ്. ആൻഡ് ദാറ്റ് ഇസ് ത്രൂ യുവർ കരിയറിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകും, നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. അതിന് നല്ലൊരു ടീം വർക്ക് ആവശ്യമാണ്. അതായത് ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമാണ്, ഒരു എൻതൂസിയാസ്റ്റിക് അപ്രോച്ച് ആവശ്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. അതായത് ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹത്തിൻ്റെ രൂപത്തിൽ വരാം. അപ്പോൾ ചുറ്റുമുള്ളവരെ വെറുപ്പിക്കാതിരിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് പ്ലീസ് ചെയ്ത് നിൽക്കണം എന്നല്ല, ബി യോർ സെൽഫ്, പക്ഷെ കുറച്ച് അവരെ മനസ്സിലാക്കി നല്ല രീതിയിൽ ടീം വർക്ക്സിൽ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുമൊക്കെ നിങ്ങൾ ആ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ഒരു യോജിച്ച തീരുമാനം അല്ലെങ്കിൽ യോജിച്ച എഫേർട്സ് എടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ഗുണമാണ് ഉണ്ടാവുക. നിങ്ങൾക്കാണ് നിങ്ങളുടെ പാർട്ട്ണറെക്കാട്ടിലും കൂടുതൽ ഗുണമുണ്ടാവുക. ഇവിടെ സ്പിരിറ്റ് ഫോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പിരിറ്റ് ഫോക്സ് എനർജി പറയുന്നതും എക്സ്റ്റേണൽ ആയിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഡിസിഷനെയോ നിങ്ങളുടെ മനസ്സിനെ തളർത്താതെയോ, മനസ്സിൻ്റെ എനർജിയെ അതിനെ ഒന്നും മാറ്റാതിരിക്കുക, അതായത് തളർത്തരുത് എന്നുള്ളതാണ്. ആ എൻതൂസിയാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 9 ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് സ്പെസിഫിക്കലി പറയുകയാണ്, നിങ്ങളുടെ ഫാദറിൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭ്യമാവുന്ന ഒരു സമയമാണ്. അത് അങ്ങനത്തെ ഒരു സ്പെസിഫിക് കാര്യം നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് എനിക്കിവിടെ സ്പെസിഫിക് ആയിട്ട് ഉള്ള വ്യക്തികൾക്കുള്ളൊരു മെസ്സേജ് പോലെയാണ് തോന്നിയത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ എവ്രി വൺ. ആൻഡ് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു അംഗീകാരം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇവിടെ വളരെയധികം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ, അതുപോലെ ഇമോഷണലിയും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. അവിടുന്ന് എപ്പോഴെങ്കിലും വ്യതിചലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബി ദാറ്റ് എനർജി, ഒതൻറ്റിക് എനർജി. ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം ബൂസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്, കണ്ണിങ് എനർജി ഉണ്ട് നിങ്ങൾക്ക്. ആ കണ്ണിങ്നെസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതല്ലാതെ ആവേശമല്ല കാണിക്കേണ്ടത്. ദർ ഇസ് എ ബിഗർ ഓപ്പർച്യൂണിറ്റി കമ്മിങ് ടുവേർഡ്സ് യു. നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പ്രൊമോഷനും അതുപോലെ തന്നെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേറൊരു ഫേമിൽ നിന്നും ഒന്നിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം യുവർ പെർഫോമൻസ് ഇസ് സോ വെൽ റൈറ്റ് നൗ. അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. കാര്യം നിങ്ങളിൽ ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എനർജി കാണിക്കുന്നത്. യു ആർ വെരി കോൺഫിഡൻറ്റ്. നിങ്ങൾക്കൊരു ഇന്നർ വിസ്ഡം ലഭിച്ചിട്ടുണ്ട്. ഇത് വളരെ പോസിറ്റീവ് എനർജിയാണ്. റെസിലിയൻസ് ആവശ്യമാണ്. അതായത് മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ വേണ്ടത് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു ഓഫീസിൽ നിങ്ങളുടെ എനർജി കൊടുക്കേണ്ടത്. ഒരു കളീഗിൻ്റെ അടുത്ത് ഇടപെടുന്നത് പോലെ ആവില്ല മറ്റൊരു കളീഗിൻ്റെ അടുത്ത് എനർജി കൊടുക്കേണ്ടത്. ഒരു ക്ലയൻറ്റിനടുത്ത് കൊടുക്കുന്ന ഒരു എഫേർട്ട് ആയിരിക്കില്ല മറ്റൊരു ക്ലയൻറ്റിന് കൊടുക്കുന്ന എഫേർട്ട്. പക്ഷെ അടിസ്ഥാനപരമായി നിങ്ങളായിട്ടിരിക്കണം. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു പൾസ് അറിഞ്ഞ് കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വരാൻ പോകുന്നത്. എസ്പെഷ്യലി ഇത് ബിസിനസ് പാർട്ട്നേഴ്സിന് ഒരു വളരെയധികം സക്സസ് ഉണ്ടാകുന്നൊരു സമയമാണ്. ഇഫ് യു ആർ റണ്ണിങ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് പറയുന്നത് ടേക്ക് ദ ലീഡ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഒരു ലീഡർ ആവാനോ അല്ലെങ്കിൽ ലീഡ് ചെയ്യണമെന്നോ ആയിരിക്കില്ല. പക്ഷെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കഴിവ് കാരണം നിങ്ങളുടെ ടീം മെമ്പേഴ്സും നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സും എല്ലാം നിങ്ങളോട് ലീഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, ഒരു അവസരം. അപ്പോൾ അത് യൂസ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഒരു മാതൃകയായിട്ടാണ് മറ്റുള്ളവർ എടുക്കുക. അതായത് ഓൾറെഡി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉണ്ട്, എന്നാൽ ലീഡ് ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലല്ല നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഗ്രീഡോ അല്ലെങ്കിൽ സെൽഫിഷ് അജണ്ടകളോ ഇല്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഒത്തൻറ്റിക് നേച്ചറിനെയും അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടഡ് എഫേർട്ടിനെയും ഒക്കെ മറ്റുള്ളവർ ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ഇവിടെ നിങ്ങളിൽ തന്നെ. അത് നിങ്ങൾക്ക് വളരെയധികം മെൻ്റൽ സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ വിൽ പവർ ഉള്ളവരായിട്ടും ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാൽ, ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ നിന്ന് റിസൾട്ടുമായിട്ടേ അത് പുറത്ത് വരുള്ളൂ എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളവർക്ക് നിങ്ങളോട് ഉണ്ട്. നിങ്ങൾ ആ ഒരു വൈബാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. സോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അഡ്വൈസസ് ചോദിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവർ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പേര് അഡ്വൈസ് ചോദിക്കുകയും ലീഡർഷിപ്പ് എടുക്കാനായിട്ട് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കാരണം നിങ്ങളെ മറ്റുള്ളവർ അനുകരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് അതൊരു ഓവർ കോൺഫിഡൻസിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സെൽഫിഷ് അജണ്ടകൾ കുത്തി തിരികെ കയറ്റി നിങ്ങൾ തന്നെ സ്വയം ചെറുതാവാതെയും കൂടെ ഇരിക്കുക. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സാറ്റേൺ ഇസ് ആക്ച്വലി വാച്ചിങ് യു. നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യത്തിനാണ് സാറ്റേൺ ഇപ്പോൾ റിവാർഡ് തരുന്നത്. സാറ്റേണിൻ്റെ ഒരു ബ്ലെസ്സിങ്, സണ്ണിൻ്റെ ഒരു ബ്ലെസ്സിങ്. സൺ ആൻഡ് സാറ്റേൺ ഇസ് ആക്ച്വലി ബ്ലെസ്സിങ് യു. നിങ്ങൾക്ക് ചില വ്യക്തികൾക്കെങ്കിലും സണ്ണിൻ്റെ മഹാദശ പീരീഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ചില വ്യക്തികൾക്ക് അതിനോടൊപ്പം ശനിയുടെ പീരീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് എനർജി നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഇൻറ്റൻഷൻ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ബ്ലെസ്സിങ്സും അല്ലെങ്കിൽ റിസൾട്ട്സും പൊസിഷനും ഫിനാൻസും ഒക്കെ വരുമ്പോൾ സ്വഭാവം മാറ്റാതിരിക്കുക എന്നും കൂടെ ശ്രദ്ധിക്കുക. ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. ആൻഡ് ഇതാണ് നിങ്ങൾക്കുള്ള അഫർമേഷൻ. മൈ ബോഡി ആൻഡ് മൈ ഫീലിങ്സ് ആർ വാലിഡ്. ഓക്കെ, ഇത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് പോകുന്ന സമയത്ത് വേറൊരു കാര്യം, നിങ്ങളെ കൂടെ മറക്കാതിരിക്കുക. അതായത് നോ പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഇപ്പം വന്ന് ചോദിച്ചാലും അതെല്ലാം അങ്ങോട്ട് കയറി ഏൽക്കാതിരിക്കുക. പറ്റുന്നത് മാത്രം കമ്മിറ്റ് ചെയ്യുക. യു ആർ വാല്യുബിൾ, യു ആർ ദ വാല്യുബിൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. അത് മറക്കാതിരിക്കുക. ജനറോസിറ്റി ആണ്. 10,000 വന്നിട്ടുണ്ട്. കരിയറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജനറോസിറ്റി. അത് നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് കരിയറിൽ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജോലി നോക്കുന്നവർക്കാണെങ്കിലും മനസ്സിൽ സങ്കല്പിക്കാത്ത ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് കമ്മിങ് യുവർ വേ. ഓക്കെ, വളരെ പോസിറ്റീവ് എനർജിയാണ്.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വേണ്ടവർക്കൊക്കെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഷെയറിങ് ഈസ് ഓൾവേസ് കെയറിങ്. ആൻഡ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.